ഹയർ സെക്കൻഡറി അധ്യാപകരുടെ കൂട്ടസ്ഥലമാറ്റ നടപടികൾ നിർത്തിവെച്ച് ഉത്തരവിറക്കിയ വിദ്യാഭ്യാസ വകുപ്പ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. മാനദണ്ഡം ലംഘിച്ച് സ്ഥലമാറ്റം നടത്തിയെന്ന ട്രിബ്യൂണലിന്റെ കണ്ടെത്തൽ പരിഗണനമായി ടിൻഡുദാസ് ചെരികൻ ടിൻഡുവിന്റെ സാഹചര്യത്തിലാണ് സ്ഥലമാറ്റ ഉത്തരവ് നിർത്തിവെച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ കൂട്ടസ്ഥലമാറ്റ ഉത്തരവാണ് ട്രിബ്യൂണൽ ഇടപെട്ട് റദ്ദാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ കൂട്ടസ്ഥലമാറ്റം സംബന്ധിച്ച് 16-ാം തീയതി ഇറങ്ങിയ ഉത്തരവ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ വിധിയും ലംഘിച്ചാണ് ട്രിബ്യൂണലിന്റെ വിധിയും ലംഘിച്ചാണ് കൂട്ടസ്ഥലമാറ്റം നടത്തിയത് ചൂണ്ടിക്കാട്ടിയ നിലയിൽ ഇപ്പോൾ സ്റ്റേ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഔട്ട് സ്റ്റേഷൻ വെയിറ്റേജ് പരിഗണിച്ച് 10 ദിവസത്തിനകം എല്ലാ സ്റ്റേഷനിലും പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്ന് ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസുമാരായ PK ആശ, PK കേശവൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ പോകുമെന്നാണ് നിലവിൽ ലഭിച്ചിരുന്ന സൂചന. സംസ്ഥാന വ്യാപകമായിട്ടാണ് ഹയർ സെക്കൻഡറി അധ്യാപകരെ കൂട്ടത്തോടെ സ്ഥലമാറ്റാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നത്. അപ്പോൾ സർക്കാരിന് ഏറ്റൊരു അടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ റദ്ദാക്കിയ ഉത്തരവിന്മേൽ 10 ദിവസത്തിനകം അടുത്ത ലിസ്റ്റ് കൂടി പ്രസിദ്ധീകരിക്കണമെന്ന് അറിയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവുമായി ബന്ധപ്പെട്ട് അധ്യാപക സംഘടനകൾ അടക്കം സർക്കാരിനെ സമീപിച്ചെങ്കിലും അതിൽ നിന്ന് പിന്മാറാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ഈ ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് ഇവർ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ ട്രിബ്യൂണലിലേക്ക് പോകുന്നത്. ട്രിബ്യൂണൽ ഈ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് ടിൻഡുദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.